ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തംബ്നെയിലൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അങ്ങോട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തതാണ്, പിന്നെ ഇപ്പോഴാണ് ചെയ്യുന്നത്. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒരു 8:30 ആകുമ്പോൾ ഞാൻ എഴുന്നേൽക്കും കേട്ടോ. എന്നിട്ട് നേരെ വാഷ് ബേസിൻ്റെ മുമ്പിൽ പോയി മുഖമൊക്കെ ഒന്ന് കഴുകി പല്ല് തേക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ പല്ലൊക്കെ തേച്ചിട്ട് അപ്പോഴത്തേക്കും അമ്മ അങ്ങോട്ട് പോയി, കാരണം ബിന്ദു ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഗേറ്റ് തുറക്കാൻ പോയിട്ട് എന്നോട് പറഞ്ഞു അടുപ്പിൽ ചായ ഇരിപ്പുണ്ട്, ഒന്ന് നോക്കിക്കോണേന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ കിച്ചണിലോട്ട് പോയി. അമ്മ ഞാൻ ചായ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ തിള വന്നപ്പോഴത്തേനും ഓഫ് ചെയ്തു. അമ്മ അരിച്ചോളും കേട്ടോ ബാക്കി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ റൂമിൽ പോയിട്ട് എൻ്റെ മുടി ഒന്ന് ചീപ്പാറുണ്ട്, എന്നിട്ട് ഇങ്ങനെ കെട്ടി വെക്കാറുണ്ട് മുകളിലോട്ട്. ഇപ്പം സമ്മർ ആയതുകൊണ്ട് തന്നെ എൻ്റെ സ്ഥിരം ഹെയർ സ്റ്റൈൽ ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ട് ഞാൻ നേരെ ഒന്ന് വാഷ് ബേസിൻ്റെ അടുത്ത് പോയി മുഖം ഒന്ന് ക്ലെൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു, സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മുഖമൊക്കെ ഒന്ന് കഴുകി മാമാർത്തിൻ്റെ ഫോമിങ് ഫേസ് വാഷ് ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഡംഡോക്കിൻ 10% നിയാസിനമൈഡ് ഫേസ് സെറം കൂടി ഇട്ടിട്ട് മുഖം ഒന്ന് അടിപൊളിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ മെയിൻ പാർട്ട്, അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭാഗമാണ് കേട്ടോ അത്. ഞാൻ നേരെ പോയിട്ട് നമ്മുടെ സൺലൈറ്റ് ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ സൺലൈറ്റ് നേരെ അടിക്കും നമ്മുടെ മുഖത്ത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വെളിയിലോട്ട് പോയി ഇരുന്നു. അപ്പോഴത്തേനും അമ്മ ചായ കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ അമ്മയോട് ഗുഡ് ഗേൾ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ ചായ ഇച്ചിരി ചൂടാറാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ +2 കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഞാൻ ഫ്യൂച്ചർ പ്ലാൻ LLB ആണ് കേട്ടോ. ക്ലീ എക്സാമൊക്കെ ഉണ്ടല്ലോ, എൻട്രൻസിൻ്റെ. അപ്പോൾ എനിക്ക് എൻട്രൻസിൻ്റെ ഓൺലൈൻ ക്ലാസ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് GK, കറണ്ട് അഫെയർസ്, ലീഗൽ ആപ്റ്റിറ്റ്യൂഡ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ഏപ്രിൽ 1 മുതൽ എൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ഓൺലൈനായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ രാവിലെ കുറച്ച് 9 മണി മുതൽ 11 മണി വരെയൊക്കെ ഉള്ളൂ, മൺഡേ ടു തേഴ്സ്ഡേ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ കുറേ നമ്മുടെ എല്ലാ മാസത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് നമുക്ക് എഴുതി വെക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് നോട്ട്സൊക്കെ ഉണ്ട് കേട്ടോ നോട്ട്ബുക്കിനകത്ത്. പിന്നെ അമ്മ സീരിയസ് ആയിട്ട് പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ ക്ലാസ് തുടങ്ങി 9 മണിയൊക്കെ ആയപ്പോൾ എൻ്റെ ക്ലാസ് തുടങ്ങി. അങ്ങനെ ഞാൻ ക്ലാസ്സിൻ്റെ കുറച്ച് നോട്ട്സൊക്കെ എഴുതി വെക്കുകയാണ് കേട്ടോ. ഇയർപോഡൊക്കെ വെച്ചിട്ടാണ് കേൾക്കാറ്. അങ്ങനെ ഞാൻ ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ട് അമ്മ അതിൻ്റെ ഇടയ്ക്ക് ഫ്രഷ് കുടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 11 മണിയായപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ഇന്ന് ക്ലാസ് 11 മണിക്ക് മുന്നേ തീർന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൊറോട്ടയും ഗ്രീൻ പീസ് കറിയായിരുന്നു. അങ്ങനെ ഞാൻ 2 പൊറോട്ടയും ഗ്രീൻ പീസ് കറിയൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കഴിഞ്ഞ വർഷം അനു എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. പോളറോയിഡ് ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അതിരിപ്പൊന്നിന് ഒട്ടും തന്നെ കുരുത്തക്കേടില്ലാത്തത് കൊണ്ട് തന്നെ അവൻ ഒരു ലൈറ്റ് വലിച്ചിളക്കിയതോടുകൂടി എല്ലാം ചീത്തയായി. പിന്നെ ഞാൻ വിചാരിച്ച എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ഒരു ഷേപ്പിനാക്കി വെക്കാമെന്ന്. ഫോട്ടോസൊക്കെ ഇങ്ങനെ ഡബിൾ സൈഡ് ടേപ്പൊക്കെ ഒട്ടിച്ച് റിമൂവ് ചെയ്ത് ഒട്ടിച്ച് അങ്ങനെ കുറേയൊക്കെ ചെയ്ത് അവസാനം ഇതുപോലെ ആക്കി. ഒരു ഫോട്ടോ എക്സ്ട്രാ വന്നു കേട്ടോ. പിന്നെ ഒരു 1 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. തുണിയൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ റൂമിൽ പോയപ്പോൾ അമ്മ കരയോഗത്തിലെ കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ അത് ചെയ്യായിരുന്നു. അതിന് ഞാനൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് രജിസ്റ്ററിൽ. അങ്ങനെ ഞാൻ ആൾക്കാരുടെ പേരൊക്കെ രജിസ്റ്ററിൽ എഴുതി കൊടുത്തു. അങ്ങോട്ട് ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും എഴുതാത്തതുകൊണ്ട് ഒന്നും കൈയൊന്നും വഴങ്ങുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ എഴുതി അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഞാനൊരു 2:45 ആയപ്പോൾ നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചു. അതിൻ്റെ കൂടെ മോര് കറി, അതുപോലെ നെത്തോലി ഫ്രൈ, ബ്രിഞ്ചോൾ ഫ്രൈ, കുക്കുംബർ ഇങ്ങനെ സ്ലൈസ് ചെയ്തത്, അതുപോലെ തന്നെ മീൻ പൊരിച്ചത്, ഏത് മീനാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ചോറ് ചമ്മന്തിയും. പിന്നെ ഞാൻ മോര് കറി കൂട്ടി ചോറൊക്കെ അങ്ങോട്ട് ഇളക്കി കഴിച്ചു. കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ക്യാമറയിൽ നോക്കുന്നുണ്ട്, TV-യിൽ നോക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ ഒരു 4:45 ഒക്കെ ആയപ്പോഴത്തേനും ഞാൻ വെളിയിലൊന്ന് പോയി നോക്കിയപ്പോഴത്തേനും കുറച്ച് മഴയൊക്കെ പെയ്തായിരുന്നു. മഴയുടെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ആകാശമൊക്കെ ഇരുണ്ട് കിടക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കൂടെ ഒന്ന് കുളിച്ച് അമ്പലത്തിൽ പോകുമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് പേരൂക്കാവിലാണ് ആസ് യൂഷ്വൽ. അധികം വെയിലൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ എരട്ടക്കുളങ്ങര അമ്പലത്തിൽ പോയി കേട്ടോ. നമ്മൾ ഇപ്രാവശ്യം വൈകിട്ടാട്ടോ ഇരട്ടക്കുളങ്ങര പോയത്. പേരൂക്കാവിലെ ഇരട്ടക്കുളങ്ങരയിൽ വൈകിട്ടാണ് പോയത്. അത്യാവശ്യം നല്ല ആളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും അവിടെ നിന്ന് ഇരട്ടക്കുളങ്ങര അമ്പലത്തിൽ നിന്ന് തൊഴുതൊക്കെ ഇറങ്ങി നമ്മൾ തിരിച്ച് പോകുന്നത് നെല്ലിവിളയിലോട്ടാണ്. അപ്പോൾ കല്ലൂസ് ഇവിടെ നിന്ന് ഫോൺ നോക്കുമായിരുന്നു. പിന്നെ ഒത്തിരി വിളിച്ചിട്ടാണ് പിന്നെ ആളൊന്ന് നോക്കിയത് ക്യാമറയ്ക്കകത്തോട്ട്. പിന്നെ നമ്മുടെ അതിരിപ്പൊന്ന് ഉറങ്ങിയായിരുന്നു കുമാരിമാമയുടെ മടിയിൽ കിടന്നിട്ട്. പിന്നെ നമ്മുടെ മുത്തു TV-യിൽ സീരിയലും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് ഫോൺ കണ്ടപ്പോൾ പേടിച്ചു
കഴിച്ചു. പിന്നെ എന്താ അമ്മയും കുട്ട ചേച്ചിയും കാത്തു ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും. ഗീതാൻ്റെ കേട്ടോണ്ടിരിക്കുന്നു. അവന്തി അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഓരോന്ന് കാണിക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്നൊക്കെ വന്നു 9:40 ആയ സമയം. അപ്പം ഞാൻ അമ്മയെ നോക്കിയപ്പോഴത്തേക്കും അമ്മ എന്താ കറിവേപ്പില പറിക്കാൻ വേണ്ടി പോയിട്ടോ. കാരണം അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം ചോറും മീൻകറിയും കഴിക്കാൻ വേണ്ടി രാത്രി കേട്ടോ. അപ്പോൾ അമ്മയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടാലോ. അപ്പോൾ ആദ്യം കുറച്ച് മുളക് പൊടി എടുത്ത് ഒരു അപ്പച്ചട്ടിയിൽ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതൊരു തട്ടിക്കുട്ട് മീൻകറിയാണ് ഗൈസ്. നമുക്ക് രാത്രി ഫുഡ് കഴിക്കുന്നതിൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ. കൊതി കൊണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടൊരു മീൻകറി ഉണ്ടാക്കിയതാണ്. പിന്നെ നമ്മുടെ എന്താ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിക്കകത്ത് പച്ച വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ പച്ച വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പരുവാക്കി എടുക്കണം കേട്ടോ. അവസാനം ഇളക്കി വേണ്ട ഇതിലിട്ട് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി അത് ഒന്ന് തണുത്തതിന് ശേഷം അത് മിക്സിയുടെ ജാറിലിട്ട് ഇച്ചിരി വെള്ളം കൂടെ ആ പൊടിയുടെ പാത്രത്തിൽ നിന്ന് മിക്സ് ചെയ്ത് ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. എന്താ ഒരു തരിതരിപ്പും ഇല്ലാതെ. പിന്നെ നമുക്ക് ബാക്കി വന്ന വെള്ളം അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒഴിച്ചിട്ട് എന്തൊരു ഓറഞ്ച് കളർ മീൻകറി ഇല്ലേ, അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വറുത്തരച്ചല്ല, ഓറഞ്ച് കളർ. ഞാൻ അമ്മയടുത്ത് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ ഓറഞ്ചാണ്. പക്ഷേ അമ്മ ആദ്യം ആഗ്രഹിച്ചത് എന്താ മറ്റേ വറുത്തരച്ച ബ്രൗൺ കളർ മീൻകറിയാണ് കേട്ടോ. പിന്നെ നമ്മൾ പെട്ടെന്നായതുകൊണ്ട് തന്നെ ഓറഞ്ച് കളർ മീൻകറി വെച്ചു. പിന്നെ ആ മിക്സിക്കകത്ത് തന്നെ ഇങ്ങനെ ഒഴിച്ചിട്ട് വെള്ളം കലക്കി ഒഴിച്ചിട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഗ്യാസ് സിമ്മിൽ വെച്ചിട്ട് നമ്മൾ 2 പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഫുള്ളൊന്നും കീറിക്കളയില്ല കേട്ടോ പച്ചമുളക്. പിന്നെ 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെക്കുക. പിന്നെ ഇത് കുടംപുളി അമ്മ കുറച്ച് ഇങ്ങനെ പുളി കഴുകിയിട്ട് പിന്നെ പുളി ഫുള്ളായിട്ട് ഇങ്ങനെ കറിക്കകത്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമുക്ക് എക്സ്ട്രാ എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ലിഡ് വെച്ചൊന്ന് അടച്ച് വെക്കാം. ഇവിടെ ഇരുന്ന് തിളക്കട്ടെ. പിന്നെ നമ്മൾ തിളച്ചതിന് ശേഷം വേണ്ട ലിഡ് തുറന്ന് അടിപൊളിയായിട്ട് വെട്ടി തിളയ്ക്കുന്ന ഗൈസ്. പുകയൊക്കെ വന്നായിരുന്നു. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് അയലമീനാണ് കേട്ടോ. എന്നിട്ട് ഓരോ അയലമീൻ പീസും നമ്മുടെ ഗ്രേവിക്കകത്തോട്ട് ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അത് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ മീൻ പീസ് ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും 2 തണ്ട് കറിവേപ്പില തണ്ടോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അമ്മ ഒരു ടവൽ പിടിച്ചിട്ട് അത് ആ ഒരു ചട്ടിയോടെ എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുലുക്കിയിട്ട് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ലിഡ് അടച്ച് വെക്കാം. അപ്പോഴാണ് ഓർക്കുന്നത് ഉപ്പിട്ടില്ല എന്ന്. പിന്നെ നമ്മൾ വീണ്ടും ലിഡ് തുറന്ന് ഉപ്പിട്ട് വീണ്ടും അടച്ച് വെച്ചു. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കുളിക്കാനൊന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുളിച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അമ്മ ഇവിടെ ഓംലെറ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ മുട്ട പൊരിച്ചതൊക്കെ അമ്മ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നു. അപ്പോൾ ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട് കേട്ടോ. കാരണം നമ്മൾ രാത്രി കുളിക്കുമ്പോൾ എനിക്ക് ഇച്ചിരൂടെ സ്വസ്ഥത കിട്ടുന്നത്. പിന്നെ നമ്മുടെ മീൻകറി അടിപൊളിയായിട്ട് തന്നെ മീനൊക്കെ വെന്ത് മീൻകറി സെറ്റായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഫുള്ള് ഒന്ന് സെറ്റാക്കിയാൽ മതി കേട്ടോ. എൻ്റെ പുകയൊക്കെ ഫോണിലോട്ടാണ് അടിക്കുന്നത്. കുളിച്ച് വന്നവള അതിൻ്റെ കൂട്ടത്തിലാ. എനിക്ക് പയ്യെ എന്തോ ഇപ്പോഴത്തെ ചൂട്. എനിവൈസ് എന്താ നമുക്ക് മുടിയൊന്ന് എൻ്റെ സ്ഥിരം ഹെയർ സ്റ്റൈലൊന്ന് കെട്ടി വെക്കണം. പിന്നെ ഫുഡും കഴിച്ചിട്ടൊക്കെ അത് പറയണം. അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഇപ്പം 10 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. മീൻകറി റെഡി ആയി ഗൈസ്. സോ നമുക്ക് കഴിച്ചാൽ മതി. ഞാൻ ഇപ്പം മുടിയൊക്കെ കെട്ടിയിട്ട് വരട്ടെ. അപ്പോൾ മുടി കെട്ടാനൊന്നും സമയം കിട്ടില്ല. അതിന് മുന്നേ തന്നെ അമ്മ ചോറ് വിളമ്പിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറ്, മീൻകറി, ഓംലെറ്റ്, ചിക്കൻ ഫ്രൈ ഒക്കെ കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിച്ച് ഗൈസ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. തട്ടിക്കൂട്ടാവുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ആഗ്രഹിച്ച ഉണ്ടാക്കുമ്പോൾ എന്താ വലിയ ടേസ്റ്റ് കാണത്തില്ല. അതൊരു നഗ്ന സത്യമാണല്ലേ. അപ്പോൾ ഞാൻ അമ്മയടുത്ത് പറയണം കേട്ടോ, കൊള്ളാമെന്നൊക്കെ പറയായിരുന്നു. നല്ല അടിപൊളി എരിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ കഴിച്ചു. അപ്പോൾ നമ്മൾ എരി കഴിച്ചാൽ അല്ലെങ്കിൽ തന്നെ 3 നേരം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു മധുരം കഴിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പഴുത്ത മാങ്ങ കഴിച്ചു. പിന്നെ ഞാൻ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിലോട്ട് പോയി ഡെർമഡോക്കിൻ്റെ 10% നിയാസിനമൈഡ് ഫേസ് സെറം അപ്ലൈ ചെയ്തു. അതുപോലെ തന്നെ ഇതൊരു ഡെർമഡോക്കിൻ്റെ 5% ഗ്ലൈക്കോളിക് ആസിഡ് ആണ് കേട്ടോ. ഇത് നമുക്ക് നെക്കിലും എവിടെയൊക്കെയാണോ ബ്ലാക്ക് മാർക്കുകളിൽ അവിടെ എല്ലാം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ. ജസ്റ്റ് സ്പ്രേ ചെയ്താൽ മതി ഇതുപോലെ. അപ്പോൾ എനിക്ക് നെക്കിൽ ഞാനൊന്ന് സ്പ്രേ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ സ്കിന്നിൽ ഇടുന്നൊരു സംഭവമാണ് ഒലയുടെ
നൈറ്റ് ക്രീം കേട്ടോ. ഇതിൻ്റെ തന്നെ ഡേ ക്രീമും അവൈലബിൾ ആണ്. സോ ഞാൻ നൈറ്റ് ക്രീം ഇതും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് ഫുള്ളൊന്ന് മസാജ് ചെയ്ത് സ്കിന്നൊന്ന് വിടുന്നുണ്ട് കേട്ടോ. ഈ ഒരു ക്രീം നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ബ്രൈറ്റൻ ആക്കും. സോ നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ കഴിഞ്ഞു. അപ്പോൾ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കിടക്കാനുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സോ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.